പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച് കാനഡയും ഓസ്ട്രേലിയയും യുകെയും. ഈ ഒരു ആഴ്ച UN ജനറൽ അസംബ്ലി നടക്കാനിരിക്കെയാണ് 3 രാജ്യങ്ങളുടെയും പ്രഖ്യാപനം. UN പൊതുസഭയിൽ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളും പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയും. പലസ്തീന്റെ ഭാവിയിൽ ഹമാസിന് ഒരു പങ്കും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ എല്ലാ ബന്ദികളെയും ഉടനടി നിരുപാധികമായിട്ട് മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. സമാധാനത്തിന്റെയും ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെയും പ്രതീക്ഷ പുനർജീവിപ്പിക്കുന്നതിനായി ഈ ഒരു മഹത്തായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഞാൻ വ്യക്തമായി പ്രസ്താവിക്കുന്നുവെന്ന് യുണൈറ്റഡ് കിങ്ഡം പലസ്തീൻ സംസ്ഥാനത്തെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നു എന്നും പറഞ്ഞിരുന്നു. അതേസമയം ഇസ്രയേലും അമേരിക്കയും തീരുമാനത്തെ വിമർശിച്ച് രംഗത്തെത്തി. അമേരിക്കയുടെ എതിർപ്പ് വകവയ്ക്കാതെ കാനഡയും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയും ചെയ്തു. സമാധാനപരമായിട്ടുള്ള സഹപ്രവർത്തകത്വം ഹമാസിന്റെ അന്ത്യവും ആഗ്രഹിക്കുന്നവരാണ് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതെന്നും ഇസ്രയേൽ രാഷ്ട്രത്തിനും അതിന്റെ ജനങ്ങൾക്കും അവരുടെ സുരക്ഷയ്ക്കും കാനഡ നൽകുന്ന ഉറച്ച പിന്തുണയെ ഇത് ഒരു തരത്തിലും ബാധിക്കില്ല എന്നും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ 80ാമത് പൊതുസമ്മേളനത്തിനായി പ്രധാനമന്ത്രി ആന്റണി അൽബനീസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ന്യൂയോർക്കിൽ എത്തിയപ്പോഴായിരുന്നു ഈ ഒരു സംഭവം.